المغضوب عليهم ولا الضالين ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആദരണീയരായ കുടുംബാംഗങ്ങളെ, സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട അതിഥികളെ, കണ്ടമ്പാലത്ത് അഹമ്മദ് ഹാജി പാത്തുമ്മ കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. അഹമ്മദ് ഹാജി എന്ന വലിയ മനുഷ്യൻ്റെ മക്കളും പേരമക്കളും ഒരു ഒത്തുചേരലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഏതാണ്ട് പേരുകളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രയാസം ഉള്ള ചില ആളുകൾ മാത്രമേ എത്തിപ്പെടാത്തതുള്ളൂ. അവരുടെ പ്രയാസം അവരറിയിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഫാമിലി തന്നെയാണ് നമ്മുടേതും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എല്ലാ തരത്തിലും ഒരു മിഡിൽ ഫാമിലി എന്ന് പറയാം. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മറ്റു എല്ലാ കാര്യത്തിലും ഒരു മധ്യ രൂപത്തിലുള്ള ഒരു കുടുംബാംഗങ്ങളാണ് നമ്മൾ. നമ്മുടെ മുൻ തലമുറക്കാരും അതേപോലെ തന്നെ കൃഷിക്കാരായിട്ടുള്ള സാധാരണക്കാരായ ആളുകളാണ്. പക്ഷെ നമ്മുടെ മുൻ തലമുറ ജീവിച്ച് കാണിച്ച ഒരു മാതൃകയുണ്ട്. അത് മാനവികതയാണ്. തികച്ചും ഹ്യൂമാനിറ്റേറിയൻ സമീപനത്തിലൂടെ അവരുടെ കാലങ്ങൾ അവർ ജീവിച്ചു. ആ തലത്തിൽ നമ്മൾ മാനവീയതയിൽ ഒരു ഉന്നത തലത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. കാരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഇടത്തരക്കാരാണെങ്കിലും മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലും സഹാനുഭൂതിയുടെ കാര്യത്തിലും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഉയർന്ന ചിന്താഗതി നമ്മുടെ മുൻ തലമുറ വച്ച് പുലർത്തിയിട്ടുണ്ട്. അതുമാത്രമാണ് നമ്മുടെ കൈമുതൽ. നമ്മളും ആ ഒരു പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ നടന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മളും നടക്കുന്നത്. ധാരാളം സമ്പത്ത് വാരി വലിച്ചു കൂട്ടാനോ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനോ ഒന്നും നമ്മളിൽ പലർക്കും അത് മടിയാണ്. നമ്മൾ ബേസിക്കലി മടിയന്മാരാണ് ആ കാര്യത്തിലൊക്കെ. നമുക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം, കുറച്ചിങ്ങനെ കൂടിയിരിക്കണം,
കുറച്ച് സൊറ പറയണം, കഥ പറയണം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രത്യേക വാശികളോ ദുർവാശികളോ കുടുംബകലഹങ്ങളോ ഒന്നും, അതൊക്കെ നമുക്ക് മടിയാണ്. അതിനൊക്കെ ചിലർക്ക് അതൊരു ഹരമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാധാരണ ഫാമിലിയാണ് നമ്മുടേത്. എന്തായിരുന്നാലും ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് ഈ മേഖലകളിൽ എല്ലാം തന്നെ മുന്നേറാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പല ആളുകളും വിദേശത്താണ്. അവർക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പല ആളുകളും ഓൺലൈനായിട്ടൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അവരെയും നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാക്കി നമ്മൾ മാറ്റുകയാണ്. എന്നിൽ അർപ്പിതമായ കടമ നിങ്ങളെല്ലാം ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മൂസക്കോയ മാഷാണ്. മൂസക്കോയ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാപ്പയുടെ സമപ്രായക്കാരനായിരുന്നില്ലെങ്കിലും വാപ്പയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുമാത്രമല്ല, ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുള്ള ഒരു തലത്തിലായിരുന്നു അവരുടെ ബന്ധം. വാപ്പയും അയമുട്ടി മാഷും കുഞ്ഞാമുട്ടിക്ക, നമ്മുടെ ഈ മുഹമ്മദ് കോയക്കാൻ്റെ ഉപ്പ, ഇവർ 3 ആളുകളായിരുന്നു ആത്മസുഹൃത്തുക്കൾ. അതിൽ മഹമ്മൂദാജിയും അതുപോലെ തന്നെ അരിയിൽ മൂസക്ക, അങ്ങനെ കുറച്ച് ആളുകളും കൂടെ ഉണ്ടെങ്കിൽ ഈ 3 ആളുകളുടെ സൗഹൃദമാണ് വളരെ ശക്തമായിരുന്നത്. ആ സൗഹൃദത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച ഒരാളാണ് മൂസക്കോയ മാഷ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായ ആൾ അദ്ദേഹം തന്നെയാണെന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് അബുക്കാക്കയാണ്. നമ്മുടെ ഇപ്പോൾ കുടുംബത്തിലെ മൂത്ത ആൺതരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ നമുക്കൊരു ഉത്ബോധന പ്രഭാഷണം നടത്തുന്നത് ഇസ്മായിൽ റിയാബിളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമ്മുടെ അഹമ്മദാജിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് വി മുഹമ്മദ് കോയ അവറുകളാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ടാവും. എന്നിരുന്നാലും ഈ നാച്ചുറൽ വനത്തിൻ്റെ ഒരു ഉപജ്ഞാതാവാണ്, ഒരു സാഹിത്യകാരനാണ്, ബിസിനസ്സുകാരനാണ്. സർവോപരി നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അവരാദ്യം പഠനത്തായിരുന്നു. അവരുടെ ചെറുപ്പകാലമെല്ലാം നമ്മുടെ കുടുംബങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിച്ച ആളുകളാണ്. അദ്ദേഹത്തിന് ആ സ്മരണകളൊക്കെ ഏറെക്കാനുണ്ടാവും. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വേദിയിലിരിക്കുന്ന വെള്ളിയാർമ്പത്തെ അളിയന്, അതുപോലെ തന്നെ ഷംസുൽ റിയാബിള, അതുപോലെ ഇവിടെ എത്തിയ എല്ലാവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. പരിപാടി നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയുന്നത് വരെ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അബ്കാഖിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി TV മുസക്കാർ ക്ഷണിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. അഹമ്മദാജിയുടെ ഏറ്റവും അടുത്ത മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാനെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പല ചിന്തകളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന്. കാരണം അയമ്മട്ടിക്കായി എൻ്റെ എളാപ്പാണ്, അമ്മോനാണ്. അഹമ്മദാജി പറയുമ്പോൾ എൻ്റെ ബാപ്പൻ്റെ അളിയനാണ്, അമ്മായിൻ്റെ ഭർത്താവാണ്, എൻ്റെ അളിയൻ്റെ ഉപ്പാണ്, വലിയാപ്പൻ്റെ മരുമകനാണ്. പക്ഷേ ഈ 2 വലിയ മഹാമനുഷ്യരുടെ ഇടയിൽ ഞാനൊരു ഞാഞ്ഞൂളാണ് ഏത് നിലക്കും. എന്നിട്ട് അവരുടെ കൂടെ അവരുടെ പൊതുപ്രശ്നങ്ങൾ പലപ്പോഴും, പ്രത്യേകിച്ച് അവസാന കാലത്ത് കുഞ്ഞാണ്ടിയെയൊക്കെ മൺമറഞ്ഞതിന് ശേഷം അവരുടെ കൂടെ ഒരാളെ പോലെ അവരെന്നെ അംഗീകരിച്ച് അവർ കൊച്ചു ചെറിയ ഈ പിണക്കങ്ങൾ, വലിയ ഇണക്കുണ്ടാകുമ്പോഴാണ് പിണക്കുണ്ടാവുക. അതിലൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാനൊക്കെ ഒരു പഞ്ചായത്തുകാരൻ്റെ ഒരു മധ്യസ്ഥൻ്റെ അതിലൊക്കെ
നിൽക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അറിയിക്കുന്നതല്ല. കാരണം അവരുടെ ചെരുപ്പിൻ്റെ വാറയ്ക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത വെറും ഒരു നിസ്സാര ജീവിയാണ് ഞാൻ. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉയർന്ന വിധാനങ്ങൾ നോക്കുമ്പോൾ ഞാൻ വളരെ ഒരു വിവരം കുറഞ്ഞ ഒരു പൊട്ടൻ തന്നെയാണ്. എങ്കിലും അവരെന്നെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ആളെ അംഗീകരിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം കുഞ്ഞാണ്ടിക്ക അത് പ്രസ്ഥാനപരമായിട്ട് ഹേമരാജിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് എൻ്റെ ഉപ്പൻ്റെയും വലിയ അടുത്ത ആളാണ്. കാരണം അമ്മായി ഇല്ലെങ്കിലും അബൂട്ടിക്കൊക്കെ അറിയാം. മാളിയക്കലും മൊയ്തീനാജി മരിച്ച സമയത്ത് അമ്മായിമാരും എൻ്റെ ഉമ്മച്ചിയൊക്കെ സ്വന്തം വാപ്പ മരിച്ചതുപോലെയാണ് കരുതുന്നത് ഞാൻ കണ്ടാണ്. കാരണം വലിയാപ്പ മരിക്കുമ്പോൾ ബാച്ചി ചെറിയ കുട്ടി എന്നാണ്, 10-22 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു വാപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ ഉപദേശവും കൊടുത്ത് നിർദ്ദേശങ്ങൾ കൊടുത്ത ആളാണ് മാളിയക്കലവൻ്റെ വലിയപ്പ. മാത്രമല്ല അന്തർപ്പാപ്പയും മാളിയക്കലും മൊയ്തീനാജിയും പോലെ വയനാട്ടിൽ മരക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ക്രെയിനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവിടെ പഴയ കാലത്ത് വെച്ചാൽ നീളം നിർത്തി ഇപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാത്തതിൽ കേൾക്കുന്നുണ്ട്. അക്കൗണ്ട് ബുക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ ആ കടലാസ് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ നോട്ടിൻ്റെ ഇതിൽ കാണുന്ന മാതിരി ഇങ്ങനെ കാണാം. അപ്പം അതിൻ്റെ ഒന്നും വില അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കള്ളാന്തോട് കുഞ്ഞാണ്ടിക്കാക്കും വാച്ചിക്കും എൻ്റെ ഒരു അമ്മായി കുഞ്ഞാണ്ടിക്കാനൊരു പൊങ്ങക്കും കൂടി അവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അവരന്ന് നിസ്സാര വിലക്ക് വാങ്ങിയാണ്. ഏകദേശം 40 ഏക്കറ, 16 ഏക്കറ വാച്ചിക്കും 16 ഏക്കറ കുഞ്ഞാണ്ടിക്കാക്കും 8 ഏക്കറ പൊങ്ങക്കും. ഇന്നൊക്കെ നമുക്ക് വലിയ രീതിയിൽ ശുചായത്തിനും പറയും. പക്ഷെ ഇന്നൊക്കെ ഉണ്ട് എത്രയോ കോടികളുടെ ആസ്തിയാണ്. പക്ഷെ അന്ന് കുറച്ച് പറങ്കിമാ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അന്നവിടെ അതൊക്കെ ചെറിയ നിസാര വിലക്ക് അന്ന് കൊടുത്താണ്. അവിടെ ഉണ്ടായിരുന്ന വീടാണ് നമ്മൾ വളപ്പിൽ ഇപ്പം അടുത്ത് പൊളിച്ചു പോയ പിന്നീട് വടക്കേപ്പുറയിൽ വാങ്ങിയ ആ വീട്. അന്നതൊരു ബംഗ്ലാവ് തന്നെയാണ്. കാരണം അടുത്ത പ്രദേശമൊന്നും അത്ര അങ്ങനത്തെ ഒരു വീടില്ല. അതിപ്പോൾ ആ വീട്ടിക്ക് എനിക്കൊക്കെ നല്ലോണം അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും ഹേമരാജ് എന്ന് പറയുമ്പോൾ അത് തൻ്റെ ജീവിത ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയൊരു വലിയ മനുഷ്യൻ നമുക്ക് പറയാം. തൻ്റെ നിയോഗം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി. പൈസ പറഞ്ഞതുപോലെ ഭൗതികമായതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം എല്ലാം പണത്തിൽ അധിഷ്ഠിതമാണ്. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കൂലെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് പരുന്തായിട്ട് പണം തന്നെ വലിയ പരുന്തായി നമ്മുടെ തലക്ക് മുകളിൽ വട്ടട്ട് പറക്കുന്ന ഒരു കാലമാണ്. ബന്ധങ്ങളൊക്കെ പണത്തെ അടിസ്ഥാനമാക്കിയാണ് പലരും നിർവചിക്കുന്നത്. അപ്പം ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ കുറച്ച് പാവപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ വീട് ചെറിയൊരു വീടാണെങ്കിൽ എൻ്റെ ബന്ധുവാന്ന് പറയാൻ എനിക്ക് മടി തോന്നുന്നൊരു കാലം. ചിലപ്പോൾ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ ഏതോ വകയിൽ ഒരു ബന്ധുവാണെങ്കിൽ അവിടെ പോയി കാര്യമായിട്ട് വിളിക്കെങ്കിലും തൊട്ടടുത്തുള്ള ഏറ്റവും സ്വന്തം ചോര ചിലപ്പം മറന്നുപോയി വിളിക്കാൻ. ഇതൊക്കെ നമ്മൾ ചുറ്റും കാണുന്നതാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയില്ല. അത് ചിലപ്പോൾ പൈസയിൽ പറഞ്ഞ പോലെ നമ്മളൊന്നും വലിയ പണക്കാരല്ല, അല്ലാതെ ബുദ്ധിമുട്ടുന്നില്ല. ഒരു മിഡിൽ ക്ലാസ്, ചെറിയ സ്വപ്നങ്ങൾ അതുള്ളത് കൊണ്ട് അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിന് ഒരു ടെൻഷനും ഇല്ല. അത് നമ്മളുടെ ആ ജീവിത ഭീഷണാണ്. അത് നമ്മൾക്ക് ഇവരൊക്കെ ഉണ്ടാക്കി തന്നാണ്. ഹേമരാജിനെ പറ്റി പറയുന്ന സമയം ഞാൻ പറയേണ്ടതായാലും നമ്മുടെ സ്വന്തം ആളെ പറ്റി നമ്മളിങ്ങനെ പൊക്കി പറയാന്നുള്ളതല്ല. നമ്മൾ പുതിയ തലമുറ കുട്ടികൾ മനസ്സിലാക്കണം. അബൂട്ടി ഇന്നാളിനോട് പറഞ്ഞ് കുഞ്ഞാണ്ടിക്കായ ഹേമരാജും കൂടി ഒരു ഫോട്ടോ അങ്ങനെ കണ്ടപ്പോൾ പുതിയ തലമുറകളിൽ ആരും ഇത് ആരാതെന്ന് ചോദിക്കും. 2 വയസ്സന്മാരാരാണെന്ന്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഇവരൊന്നും ആരും അറിയാത്തൊരവസ്ഥ എത്തും. ഒരുപാട് മരത്തിൻ്റെ ഒക്കെ വേര് ഭൂമിൻ്റെ അടിയിലേക്കാണ് പോവുക. പക്ഷേ മൺമറഞ്ഞു പോയ വലിയ ആൾക്കാരുടെ ഒക്കെ വേരുകൾ ഭൂമിക്ക് മുകളിലുണ്ടാകുക. അപ്പോൾ ചിലയിടത്തൊക്കെ ചില സമയത്ത് വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കും,
അല്ലെ അവരുടെ പേരിൽ റോഡുണ്ടാവും, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ ഉണ്ടാവും, ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവും. പക്ഷേ ഏറ്റവും ജീവത്തായ ചൈതന്യവത്തായ സ്മാരകം എന്താണെന്ന് ചോദിച്ചാൽ മക്കളും പേരക്കുട്ടികളും അടുത്ത തലമുറകളുമാണ്. അപ്പം നമ്മളൊക്കെ എത്രയും വലിയ ആൾക്കാരുടെ മക്കളായിരുന്നു, അല്ലെ പേരക്കുട്ടികളായിരുന്നു. അപ്പോൾ ആ മരിച്ചുപോയ അവർക്ക് അത് അയമരാജിൻ്റെ മോനാണോ, അല്ലെ കുഞ്ഞാണ്ടിക്കാൻ്റെ മോനാണോ, അല്ലെ പേരക്കുട്ടിയാണോ, ഇങ്ങനെ പറയാൻ ഇടവരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അവരോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ആദരവ് അതാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഷ്പേരുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ അടുത്തുനിന്ന് വരാൻ പാടില്ല. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായി വേണ്ടിയ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള സുരക്ഷ കെട്ടുറപ്പാണ്. ആ സ്നേഹത്തിൻ്റെ ഈ അടുപ്പം കൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ആ ബോധം കുടുംബത്തിൽ എല്ലാവർക്കും വേണം. അപ്പോൾ കുടുംബത്തിൽ അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ താങ്ങാനും അതുപോലെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് എല്ലാവർക്കും എന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ കാലം ഇങ്ങനെ മാറുകയാണ്, അപ്പോൾ ജീവിത രീതിയും മാറുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുതാന്ന് ചക്ക പുഴുങ്ങിയും പഴുത്തൊക്കെ ഇപ്പോഴും ഞങ്ങളൊക്കെ ഇഷ്ടമാണ്, എനിക്ക് കുട്ടിക്കൊക്കെ. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഈ ചക്ക കൈമൽ വഴിഞ്ഞൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ചക്ക പൊരിച്ച് പാക്കറ്റിൽ കിട്ടുമ്പോൾ ഒരു വാങ്ങി തിന്നു. കിലോന് 400 റുപ്യൊക്കെ കൊടുത്തുന്ന, ചിലപ്പോൾ 500 റുപ്യ. കോഴിക്കോട് ശങ്കരൻ ബേക്കറിയിൽ 550 റുപ്യ. ഞങ്ങൾ കുടുംബം പോയപ്പോൾ ഇവിടെ 400 റുപ്യാണ് ഫേമസ് ബേക്കറിയിൽ, ഒരേ ചക്കാണ്. അപ്പം അതുപോലെ ആ കണ്ടന്റ് ഒന്നാണ്, ആ സ്നേഹം ബഹുമാനം ഉള്ളിലുണ്ടാകും. പക്ഷേ എൻ്റെ രീതി മാറുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിലും അത് എന്നും നമ്മൾ ഓർമ്മയിൽ വരണം. വലിയ ആൾക്കാരുടെ സന്താന പരമ്പരകളാണ് നമ്മൾ. എൻ്റെ ഉമ്മച്ചിൻ്റെയും അമ്മായിൻ്റെയും, അതായത് പാത്തുമ്മ വീട്ടിൻ്റെ ഉമ്മൻ്റെയും കല്യാണം ഒരേ ദിവസമായിരുന്നു. എൻ്റെ വല്യാപ്പ എന്ന് പറയുന്ന മാലക്കോത്ത് മൂസാജി, അദ്ദേഹത്തിൻ്റെ അനിയനാണ്, നിങ്ങൾക്കറിയാം, അതുരുമാഷെ ഉപ്പ ചെമ്പാപ്പ. ഒരു 2 പെങ്ങന്മാരാണ്. ഒന്ന് സുബൈദയുടെ, അതായത് മുക്കത്തമ്മാമ എന്ന് ഞങ്ങൾ പറയാം. മറ്റേത് ഒതണ്ടിയിലമ്മാം, അത് അഹമ്മദാജിയുടെ ഉമ്മ. അപ്പം മാലക്കോത്ത് മൂസാജിയുടെ പേരാണ് എനിക്കിട്ടത്, ഒതണ്ടിയിൽ മൂസക്കായ്ക്കിട്ടത്. അതുർക്കാക്കൻ്റെ അതുർമാഷ ജ്യേഷ്ഠന് മൂസ ഉണ്ടായിരുന്നു, മുക്കത്ത് മൂസാജി ആ മൂസാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ വല്യമ്മ, വളപ്പിലെ വല്യമ്മൻ്റെ പേര് വിച്ചാമിന, ആ പേരാണ് അബൂട്ടിൻ്റെ ഒരു പങ്കൊക്കെയുള്ള എൻ്റെ മൂത്ത മരിച്ചുപോയ പൂത്തണ്ടിയിലെ പുന്നക്കലത്താത്തൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് കയഞ്ചാലി സലാമിൻ്റെ അമ്മ കിട്ടത്. അപ്പോൾ പഴയ കാലത്ത് ഈ പേരൊക്കെ ഇടുമ്പോഴും കൂടി വാപ്പൻ്റെ അല്ലെ വലിയാപ്പൻ്റെ അമ്മോൻ്റെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അല്ല, അത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഇത് ഓർമ്മിക്കാനും കൂടിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഈ 13 വയസ്സം കണ്ടേ ഉള്ളൂ ചെയ്യാൻ വായിക്കൂ. വരുമ്പോൾ ചെറിയ മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പുതുക്കുന്ന പൊതുകണ്ടിയിൽ കണ്ട് കെട്ടിച്ചിരുന്നത്, കണ്ടപാലത്ത് പറയില്ലല്ലോ അന്ന്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് വളപ്പ് പുതുക്കം അങ്ങോട്ട് തൊട്ടപ്പുറത്തേക്ക് പോവുക. അന്ന് ഇന്നത്തെ മാതിരി വാഹനമൊന്നും ഇല്ലല്ലോ, അപ്പോൾ സുഖമാണ്, ഇങ്ങോട്ട് ഓടിപ്പോകാനേ ഉള്ളൂ. അതുപോലെ മാലക്കോത്തുനിന്ന് ഉമ്മച്ചിനെ വളപ്പിൽ കൊണ്ടുവരികയാണ്. ആദ്യം ഉമ്മച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പോൾ അന്നൊക്കെ ഈ പഴയ സാരിയും ചുരിദാറൊന്നും അല്ലല്ലോ, ഈ പഴയ രീതിയിലുള്ള കാച്ചിത്തുണി പോലെ തുണി, പിന്നെ അതിന് പട്ടോ ഇതൊക്കെ എടുപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, കസവൊക്കെ. അങ്ങനെ മത്താപ്പ് തലയിലിട്ടത് നോക്കുമ്പോൾ അമ്മായിൻ്റെത് കുറച്ച് ഒരു ചെറുതോന്നൊരു സംശയം വന്നപ്പോൾ ഉമ്മച്ചിൻ്റെത് അന്ന് അയ്യാത്തിൻ്റെ ഇട്ട് പാത്തുവിൻ്റെ തലയിട്ട് കൊടുത്തു പോലും. അതൊക്കെ അന്നൊക്കെ അത്ര രസമാണ് അന്നൊക്കെ. അപ്പം അങ്ങനെയാണ് പോയതെന്ന് പറയുന്നുണ്ട്. ബാവിച്ച് മരിക്കുമ്പം തന്നെ അന്തർപ്പാപ്പക്ക്, അന്തർപ്പാപ്പ മരിക്കുമ്പോൾ ബാവിച്ച് വലിയ പ്രായമില്ല. ആ ബാവിച്ചിനെക്കാണി 8-10 വയസ്സ് എളുപ്പമാണല്ലോ അമ്മായി, ചെറിയമ്മായി. അപ്പം പിന്നെ ഉമ്മാമ്മയും, അതായത് അമ്മായിൻ്റെയും എൻ്റെ വാച്ചിൻ്റെ ഒക്കെ ഉമ്മയും നേരത്തെ മരിച്ചുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഒരാളാണ് അമ്മായി. അപ്പം അന്നൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഇന്നത്തെ മാതിരിയുള്ള അങ്ങനെ പരന്ന വായനകളും പുറത്ത് TV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കല്യാണം അവർക്ക് ഇതിനെപ്പറ്റി എത്ര അറിയുള്ളൂ എന്താന്ന്. നമ്മൾ ഡുപ്പുപ്പാക്ക് ഒരാനുണ്ടായിരുന്നു ബഷീറിൻ്റെ കഥയിൽ,
അതിൽ കുഞ്ഞു താച്ചുമ്മയുടെ മകളാണ് കുഞ്ഞു പാത്തുമ്മ. അപ്പോൾ അവിടെ വലിയ ശുചാകളാണ്, ആനയും അമ്പാരൊക്കെ ഉണ്ട്. അവിടെ പത്തായത്തുമ്പലൊക്കെ ഇരുന്ന് വെടി പറഞ്ഞ് വെറ്റിലാടൊക്കെ തിന്ന് മുറുക്കി തുപ്പുന്ന പണിയാണ്. പഠിക്കാൻ കാണിച്ചു കൊടുക്കും പഠിക്കാൻ. അപ്പോൾ കുഞ്ഞുപാത്തുമ്മൻ്റെ കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. അത് നടക്കുന്നില്ല, വേറൊരു കാര്യം. ആ സമയത്ത് കുഞ്ഞുപാത്തുമ്മ പറയുന്നുണ്ട്, കല്യാണം കഴിച്ചാൽ അപ്പം ഞാൻ വെച്ച തിന്നും എന്നറിയാ, വെറ്റിലാടൊക്കെ തിന്നാനുള്ളൊരു അധികാരം എനിക്ക് കിട്ടിയാണ് കല്യാണം കഴിഞ്ഞാൽ. അത്രേ ആ കുട്ടിക്ക് അറിയുള്ളൂ. അതുപോലായിരുന്നു അന്നുള്ള അമ്മായി ഉമ്മച്ചിനും കല്യാണം കഴിക്കുമ്പോഴത്. പക്ഷേ അഹമ്മദാജിയുടെ ഭാര്യ അതോടുകൂടി, കാരണം സാധാരണ നമ്മളുള്ളൊരു മനുഷ്യന്മാരല്ല അഹമ്മദാജി നമുക്കറിയാം. അപ്പോൾ അദ്ദേഹമായിട്ട് വേണമെങ്കിൽ ആ ജീവിത രീതി സ്വഭാവം അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മായി ആ ജീവിത പങ്കാളിത്തം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ള ഒരു അത്ഭുതമാണ്. കാരണം അഹമ്മദാജി ചിലപ്പോൾ എനിക്കെന്താ അറിയാമോ, ഞാൻ ആ വീട്ടിൽ ചിലപ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ മോട്ടോർ കടയുണ്ടാവും. അന്ന് പിന്നെ മൊബൈലൊന്നുമില്ല, ഓട്ടോറിക്ഷയില്ല, നേരെ നടക്കുക. ഒരു അസീനാരെ ഉള്ളതെന്ന് നന്നാക്കാൻ അവിടെ പോയിട്ട് ശരിയാക്കിച്ച്. ഇപ്പോൾ വേറെ നാട്ടിൽ എന്തൊരു കാര്യമുണ്ട്, ഒരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കമോ തീർക്കാൻ അങ്ങോട്ട് ഓടി. അപ്പോൾ ചിലപ്പം വീട്ടിൽ വേണ്ട അരിയോ അല്ലെങ്കിൽ മീനോ വാങ്ങിക്കൊടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നാടിൻ്റെ കാര്യം സ്വന്തം ആവശ്യത്തെക്കാൾ മുൻഗണന കൊടുത്ത്, നമ്മൾ ഉമർ ഫാറൂഖിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതേമാതിരി അദ്ദേഹം ചിലപ്പോൾ നല്ല വസ്ത്രം ഇടാൻ നേരമില്ല, പക്ഷേ വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കാനും വസ്ത്രമില്ലാതെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അടിച്ചെന്ന് സഹായിക്കാനും അനാഥരായ കുട്ടികളെ തലവടാനും ഒക്കെ അദ്ദേഹം സമയം കണ്ട്. ബുഖാരിയിൽ തന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു ഹദീസ്, ഒരു അനാഥ ബാലൻ്റെ തലയിൽ ഇങ്ങനെ സ്നേഹത്തോടു കൂടി തടവിയാൽ ആ കൈയിൻ്റെ അടിയിലുള്ള മുടിയുടെ ഇഴയാൽ അനുസരിച്ച് അള്ളാഹു അവന് നന്മ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് റസൂൽ ചെറിയ പ്രായത്തിൽ തന്നെ യത്തീമായ ആളാണ്. വാപ്പയെ കണ്ടിട്ടില്ല, കാരണം അമന ബീബി അവരെ ഗർഭം ധരിച്ച് കുറച്ച് കഴിയുമ്പോൾ അബ്ദുള്ള മരിച്ചു പോണ്. റസൂലിന് 6 വയസ്സുള്ള ഉമ്മയും പോയി. അപ്പം ശരിക്കും അനാഥത്വം എന്താന്ന് അറിഞ്ഞ ഒരു ആളാണ് റസൂൽ. അതുകൊണ്ടാണ് ഇത്രയധികം അനാഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അനാഥകളിൽ സഹായിക്കുന്നത് ഞാൻ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ഇതൊന്നും ആരെയും അറിയിച്ചിട്ടോ അന്നത്തെ മാതിരി പ്രകടനപരമായ ഒന്നും ഒരു ചാനലുകാർ വരിക അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് പുറത്ത് കാണിക്കാനൊന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുന്നത്, നമ്മൾ തങ്ങളാട കാശ്മീർ നമ്മൾ തങ്ങൾപ്പുഴയുണ്ട്, അവിടെ 2 കുട്ടികൾ. അവർ വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ, ഒരു ചെറിയ ഓലോണ് ചെറ്റപ്പരെ ജീർണിച്ച് വീഴാനായി. അപ്പോൾ അതാരോ കാക്കാനോട് ചെന്ന് പറഞ്ഞപ്പോൾ പോത്തുകണ്ടിയും തന്നെ അന്ന് ഈർച്ചമല്ലൊന്നുമില്ല, വീട്ടിൽ ഈർച്ചമല്ലും ഉണ്ടാക്കിയില്ല. ഈർച്ചക്കാർ വെച്ചിട്ട് തെങ്ങ് ഈരിച്ച് ഒരു ട്രോളിയിൽ കയറ്റി വിച്ചിരുന്നോ കീരിനാരോ ഒന്നും ബാക്കിൽ കാക്ക ഇങ്ങനെ തള്ളി. ഞാൻ കാണുകയാണ് സ്കൂളിൽ പോകുന്ന കാലത്ത്. തെങ്ങനെ അവിടെ കൊണ്ട് വീടുണ്ടാക്കി കൊടുത്ത്, നല്ല അന്നത്തെ കാലത്ത് നല്ല സൗകര്യമുള്ളൊരു വീടോടൊക്കെ ഇട്ട് കൊടുത്ത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ, വളരെ കാലം കഴിഞ്ഞപ്പോൾ, അന്ന് കറണ്ടൊന്നും പല സ്ഥലത്തുമില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് താഴെപ്പെടുന്നിടത്ത് ഒരു അയൽവാസി, തങ്ങളയിലെ തൊട്ടടുത്തൊരു അയൽവാസി, അവൻ ലോറിയിൽ പോവുക, ഇഷ്ടംപോലെ പൈസയുണ്ട്. അവന് താഴെ ഞാൻ കരിമ്പയിൽ തേങ്ങ വലി കഴിഞ്ഞ് ഇങ്ങനെ വീഴുക. അപ്പോൾ കാക്ക അവിടെ നിൽക്കുന്നുണ്ട്. അല്ല ആചാര്യ, നിങ്ങൾ തങ്ങളോട് വീടൊക്കെ ഉണ്ടായിക്കോളെ, കറണ്ട് വേണോ വെളിച്ചം വേണോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേന്നാണ് അവൻ്റെ ചോദ്യം. എനിക്ക് കലി വന്ന് ഞാൻ പറഞ്ഞ്, അന്നത്തെ കാലത്ത് കാക്ക പുരണ്ടായി കൊടുത്ത്, എന്നാൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് ചെയ്യാമല്ലോ, വെളിച്ചം ഉണ്ടായി കൊടുത്തൂടെ? പക്ഷെ കാക്ക എന്നോട് തടഞ്ഞ് എന്താണ് പോകാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് നമ്മളൊന്നും പറയരുത്, കാരണം അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അങ്ങനെ ക്ഷമയോട് കേൾക്കുമ്പോഴാണ് അതിന് നമ്മൾ പുണ്യം ഉണ്ടാകുക. അല്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്ന സമയത്ത് എപ്പോഴും പൂച്ചണ്ടും സ്തുതിവചനങ്ങളും കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് പലപ്പോഴും കല്ലേറ് തന്നെ കിട്ടിയാലും അതൊക്കെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ ആ ഇബാദത്തിന് പൂർണ്ണത വരുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ എത്രയോ ചെറുതായിപ്പോയി ആ വലിയ മനസ്സിന് മുമ്പിൽ. ഞാൻ കുറേ വായിച്ച് അങ്ങനെ ഞാൻ അത്യാവശ്യം വലിയ വിവരമുള്ള ആളാണെന്ന് വിചാരിച്ച് എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നുമല്ല. കാക്കൻ്റെ മുന്നിൽ വളരെ നിസ്സാരനാണ്.
ഇതൊക്കെ നിങ്ങൾ പുതിയ തലമുറ അറിയാൻ വേണ്ടി ആരായിരുന്നു വെള്ളിയാഴ്ച നിങ്ങൾക്ക് അറിയണം ഇതിന് വേണ്ടിയാണ്. ഒരുപാട് ഇപ്പോൾ അസറിസ്കരിച്ചാൽ പലപ്പോഴും പിന്നെ നേരെ മെഡിക്കൽ കോളേജ് ബസ്സിലായിട്ട് കയറി ചെയ്യുക കോളേജ് ബൈക്കുള്ള ഒരു സിനോപ്പ് ബാന്ന് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടോ പോകാൻ തിരക്കാൻ തിരക്കൊന്നുമില്ല ബാന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് ബസ് കയറി. അവിടെ ചെന്ന് അന്ന് നമ്മുടെ നാട്ടിലെ 3 ആൺകുട്ടികൾ കാണുന്ന ഒരൊറ്റ പെൺകുട്ടിയുള്ളവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ആ വാർഡ് ചെന്ന് ആ കുട്ടിയുടെ പിതാവ് അവിടെ ഉണ്ട്. ആ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് கொஞ்சം പൈസക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങൾക്കൊക്കെ അറിയാം ലോറി പോകണില്ലല്ലോ. പിന്നെ അവരുടെ സഹോദരങ്ങളൊക്കെ പാവങ്ങൾ തന്നെയാണ്. അപ്പം ബെൽറ്റ് തുറന്ന് പരീക്കായി അന്ന് കൊടുത്തതാ തേങ്ങ വിറ്റ പൈസ. അത് ബെൽറ്റിന് ചെയിൻ എടുത്തിട്ട് പിടി അങ്ങനെ തന്നെ എടുത്തിട്ട് കയ്യിലാട് കൊടുത്തു. അവൻ മടിച്ച് വേഗം പറഞ്ഞത് വാപ്പ ഇരുന്നാന്ന് കുട്ടിയാൽ മതി, എൻ്റെ മോള് തന്നെ വാങ്ങിക്കുമെന്നാണ്. വേഗം വാങ്ങി. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഞാൻ കാണുക. അപ്പോൾ അതൊക്കെ ആരും അറിയും, ഞാനേ കണ്ടിയുള്ളൂ. അപ്പം തിരിച്ചു പോകുമ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ബസ്സൂലുണ്ടോ? കാരണം ആ തേങ്ങ വിറ്റ് കിട്ടിയ പൈസ മുഴുവൻ കൊടുത്ത് ബസ്സിൽ അത് ഞാൻ ഉണ്ടെന്ന്. അങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നൊരു അടുത്ത തലമുറ കഴിയുമ്പോൾ ഇതൊക്കെ വെറുതെ ബഡായി പറയായിരിക്കും, വെറുതെ അതിശയോക്തി പറയായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയല്ല. പിന്നെ അമ്മായിയോട് ഞാനും അബൂട്ടിയും മൊമ്മയും കൂടി ഒരു തെറ്റ് നിങ്ങളോട് തുറന്ന് പറയാം. അമ്മായിയോട് ഞങ്ങൾ പറഞ്ഞ് പൊരുത്തപ്പെടുന്നുണ്ട്. ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. ഹൈസ്കൂൾ ഞാൻ 9 തോന്നുന്നുണ്ട്, ബല് 8 എന്നെ ഓർമ്മ. അപ്പം ഞങ്ങൾക്ക് പൈസ മുട്ടായിയൊക്കെ ഇങ്ങനെ തിന്നണം. അപ്പം നോക്കുമ്പോൾ അവിടെ ചെല്ലപ്പെട്ടി, പിച്ചളൻ്റെ ചെല്ലപ്പെട്ടി ഉണ്ട്. അമ്മായി ഇങ്ങനെ മുറുക്കാനൊക്കെ ഇരുന്നാ. അപ്പം അത് കണ്ടപ്പോൾ അബൂട്ടി കണ്ണു വെച്ചു. അതിങ്ങനെ അങ്ങനെ അമ്മായി ഇവനങ്ങനെ പതുക്കെ ഇസ്കിയിട്ട് അത് ചെല്ലപ്പെട്ടി മോഷ്ടിച്ച് ഒരു കടലാസോട് പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി ശീലൊന്നുമില്ല. പോയി ഇത് എവിടെ വിൽക്കേണ്ടിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഏതോ അവരുടെ വീട്ടിലൊക്കെ കയറി ഇതെന്താ അത് കൊണ്ടുവന്ന് ഒരു സ്വർണ്ണത്തിൽ ഇതോ സാമൂഹ്യ രാജാവിൻ്റെ വെട്ടിയുണ്ടോന്ന് വാരുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് കമ്മത്തിലേലുണ്ട് ഇതൊക്കെ വിൽക്കുന്ന സ്ഥലം മക്കളെ എന്നാണ്. അപ്പോൾ അവിടെ പോയി വന്നതിന് സ്ഥലത്തൊക്കെ തിന്നുമ്പോൾ അവർക്കും വേണ്ട. അപ്പോൾ ഒന്ന് അബൂട്ടിനെയും മൊമ്മനെയും കണ്ടാൽ നിഷ്കളങ്ക ഓരോ മുഖം കണ്ടാൽ അറിയും. പക്ഷെ എൻ്റെ മുഖത്ത് അന്നെ ഒരു വില്ലൻ ലുക്കാണ്. പിന്നെ ആളൊരു പശു തരികിടക്കാരനാണെന്നൊരു തോന്നലുണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനെ കുറേ നാളെ അവസാനം ഒരു സ്ഥലത്ത് വിറ്റ് എന്തോ ഒരു പറഞ്ഞൊരു പൈസ നമ്മൾ കൊടുത്ത് അങ്ങനെ ഞങ്ങളവിടെ പോയതൊരു ബിരിയാണിയൊക്കെ തിന്ന് കുറേ മുട്ടായി വാങ്ങി തിന്ന് പള്ളടച്ചു. അങ്ങനെ തിരിച്ചു വന്ന് അങ്ങനെ അങ്ങനെ അപ്പോൾ അബൂട്ടിനോട് ചോദിച്ചു എന്താ സ്ഥിതി, ഇങ്ങനെ എവിടെ വെച്ച എൻ്റെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ അമ്മായി. പിന്നെ അങ്ങനെ ഒരാഴ്ച ഞാൻ പതുക്കെ ചെന്നപ്പോൾ ഈ ഒരു പൊതിയിലാണ് അങ്ങനെ മുറുക്കാനൊക്കെ എടുത്ത്. അപ്പം ഞാൻ ചോദിച്ചാൽ ചെല്ലപ്പെട്ടി എടുപ്പോയെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു അത് കാണില്ല എവിടെ വെച്ചേന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇനി ആരോ കിട്ടാൻ വന്നവരാരോ എടുത്തുണ്ടോ? ഞാൻ പറഞ്ഞു സങ്കടമായിപ്പോയി. അപ്പോൾ അബൂട്ടി ഭയങ്കര ചിരി. ഇവൻ അബൂട്ടിക്കൊരു ഭയപ്പെട്ടു, ശുദ്ധനാകണ്ടോ ഒന്നും മനസ്സിലാക്കൂലോ പറഞ്ഞു പോയി ഞങ്ങൾ ഇട്ടു. അപ്പോൾ അമ്മായി ഭയങ്കര ചിരി, ഇരിക്കണക്ക് ചിരി, നല്ല ചിരി തന്നെ. അപ്പം എനിക്ക് പറഞ്ഞു നിങ്ങൾ ആരോ ആദ്യം സംശയമുണ്ട്. പിന്നെ അതിരും എടുക്കാൻ വരില്ല, അമുദയും വരില്ല. ഇവര് തന്നെ കാശിമ അതുപോലെ ചെറുതാണല്ലോ. അതില്ല കാശിമ അങ്ങനത്തെ അധാർമിക പ്രവൃത്തിയൊന്നും കൂട്ടിക്കൂലോ, വളരെ മനുഷ്യനാണ്. അപ്പോൾ അവസാനം പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത പൈസ എന്ന് വെച്ച് ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് മിഠായി ലഡു ഒക്കെ എന്നാൽ 2 ലഡു അമ്മായി കൊണ്ടുവന്ന് എനിക്ക് തോന്നിയില്ലേന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വലിയൊരു പ്രമാദമായ ഒരു മോഷണ കേസ് ഞങ്ങളുടെ പേരിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അമ്മായിനോട് തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ട് സമാനെങ്കിലും നിങ്ങൾ അറിയണം, ഞങ്ങളൊരു കാലത്ത് ഇങ്ങനെയൊക്കെ തരികിട കളിച്ചോരാ, നിങ്ങൾ അറിയണം, നിങ്ങൾ അങ്ങനെ ആവരുതെന്ന് പറയാനാണ്. അപ്പോൾ അതൊക്കെ കുട്ടിക്കാലത്തിൽ ചെറിയ തമാശകളാണെങ്കിലും അങ്ങനെ ഒരുപാട് എല്ലാ കാര്യം നമ്മളോട് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പൈസയിൽ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ ഇടത്തരക്കാരാണ്, അത് സത്യമല്ല. നിങ്ങളിപ്പോൾ പഠനത്തിൽ പോയാൽ നാഷണൽ ഹൈവേ ആയില്ല പണ്ട്, പക്ഷേ 2 ഭാഗത്തും ഇപ്പോഴത്തെ വിശാല ഖബർസ്ഥാൻ, അവിടെ ഗംഭീര പള്ളി, അവിടെയും പുറകിലും ഖബർസ്ഥാൻ. ഈ നാഷണൽ ഹൈവേൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഈ സ്ഥലങ്ങൾ ഇന്ന് എത്ര കോടികൾക്ക് ഉണ്ടാകുന്നു, ലക്ഷങ്ങളല്ല കോടികൾക്ക് ഉണ്ടാകുന്നു അറിയാം ഞങ്ങൾക്ക്. അത് മുഴുവനും
മമ്മിപ്പാപ്പ എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഹാജിയുടെ ഉപ്പയുടെ ഉപ്പ. അമ്മൂട്ടിപ്പാപ്പ ഞങ്ങൾ കണ്ടാണ്. അമ്മൂട്ടിപ്പാപ്പൻ്റെ ഉപ്പ മമ്മിയാജി വഖഫ് ചെയ്താണ് പള്ളിക്ക്. അപ്പോൾ ആ പള്ളിയിൽ മാറി നിസ്കരിക്കുമ്പോൾ ഇപ്പോഴും ഖബറിലേക്ക് അതിൻ്റെ കൂലി തീർച്ചയായിട്ടും ആ വലിയ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുമില്ലാത്തവരല്ല. പക്ഷെ അതിലും വലുതെന്താ വേണ്ടി? നമ്മളിവിടെ കുറേ കാലം ജീവിച്ച് എപ്പോഴും മരിക്കാൻ മരണദൂതനെ നമുക്ക് പ്രത്യേകം ആദ്യം മുൻകൂർ നോട്ടീസ് തന്നിട്ടൊന്നും അല്ല വരിക. റൂവിനെ പിടിച്ചങ്ങ് പോയാൽ നമ്മളിവിടെ എന്തോ ഉണ്ടാക്കി വെച്ചാൽ വീടോ കാറോ ബാങ്കിലെന്തോ ബാലൻസോ ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല. അപ്പം നമുക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാന നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് സാലിയായ മക്കളാണ്. അപ്പം ബാപ്പൻ്റെ വല്യാപ്പൻ്റെ അമ്മേൻ്റെ പേരിൽ ഒരു മനസ്സറിഞ്ഞ് ഓരോ പ്രാർത്ഥന അത് വലിയൊരു കാര്യമാണ്. അതേതോ മുസ്ലിംമാരെ കൊണ്ട് നമ്മൾ കബറുമ്പുറത്ത് വേർപ്പിക്കുന്ന മോശമെന്നല്ല, അതിനേക്കാൾ അത് കൂടുതൽ ഫലം ചെയ്യുക. ആ ഇൻറ്റിമസി നമ്മൾ തന്നെ പറയുന്നതാണ്. അത് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറയണം. കാരണം നമ്മളൊക്കെ നമ്മളാക്കിയത്, നമ്മളിപ്പോൾ വലിയ വമ്പന്മാരിങ്ങനെ നടക്കുന്ന അതിലൊക്കെ ജന്മം നൽകിയ ആ പൂർവ്വ മാത്തുക്കളെ നമ്മളെപ്പോഴും ഓർക്കുക. പിന്നെ ഇത് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനമാണ്. ഇപ്പം അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന മരുമകൾ ഇത്താത്ത സൈനവത്താത്താണ്. കഞ്ചാൽ ആശുത്താത്തയും ഇന്ത്യക്കാക്കൻ്റെ ഭാര്യയൊക്കെ പിന്നെ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അപ്പം നമ്മൾ കളിക്കേണ്ടിയിലെ താത്താണ്, പക്ഷെ മരുമകൾ സൈനവത്താത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കാരണവർ അബൂട്ടിയാണ്. പക്ഷെ വളപ്പിൽ ഒന്നിച്ച് നോക്കുമ്പോൾ ഞാനാ കാരണവർ. മനസ്സിലേക്ക് വെനക്കാരന് 1.5 വയസ്സ് മൂത്ത ഞാനാണ്. കനക്കാക്ക പോയി, കൊയക്കാക്ക പോയി. അങ്ങനെ 4 ദിവസം ഇങ്ങനെ കണക്കെടുത്ത് കാട്ടുപടി മുസക്കാറിൻ്റെ നമ്മൾ മാൽക്കോത്ത് കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങളാണ് എന്ന്. ശരിയാ, സുബീറും മുസഫയും ഒക്കെ എന്നെക്കാണ് എളുപ്പമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാരണവർ ആകുമ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ വയസ്സിനെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് പറയാനുണ്ട്. അത് 4 കൊല്ലം മുമ്പ് ഞാൻ അബൂട്ടിയോ അസ്രബോ ഒക്കെ യശാസ്കാരം കഴിഞ്ഞ് രാത്രി 9 മണിക്ക് വരുമ്പോൾ അബൂട്ടി അസ്രബോ അങ്ങ് പോയി. ഒന്നുമില്ല, ഞാൻ ആ സൂപ്പർ മാർക്കറ്റ് കയറി എന്തോ പപ്പടോ എന്തോന്നു ചെറിയ സാധനമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് പൾസർ 200 ബൈക്ക് വന്ന് ഇടിച്ച് ഒരു പയ്യനാ ചോലക്കടത്താഴല്ലേ. ഞാൻ വീണ്, തൊട്ടിപ്പുറം അവനും വീണ്. അവന് ഭയങ്കര കരച്ചിൽ. ഞാൻ കരയുന്നൊന്നുമില്ല, കാര്യം കരയാൻ ബോധം വേണ്ടേ. അങ്ങനെ എന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, എൻ്റെ മോന് വീട്ടിലുണ്ടായും ഭാഗ്യത്തിന്. അപ്പോൾ ആയിഷ പറഞ്ഞ് എന്തോ ഒരു ബേളം കേൾക്കുന്നു, പോയി നോക്കുമ്പോൾ അവന് മനസ്സിലായി ആരാണെന്ന്. വേന്തം കാറ് എടുത്ത് വന്ന് അപ്പോൾ ആ ചോദിച്ചാൽ അതിങ്ങനെ അതൊരാളാ അത് ഇപ്പോൾ ആടുണ്ടോ അപ്പോൾ ആടുണ്ടെന്നാണ്. അങ്ങനെ വീട് കയറ്റി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനം തോന്നിയത് ഇന്നെ തള്ളിയിട്ട് ആ പയ്യനെയും ആ കാലത്ത് തന്നെ മോൻ കയറ്റിയെന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് ചെയ്യേണ്ടതും. അങ്ങനെ കിംസിൽ പോയി ഒരു പറഞ്ഞ് പെട്ടെന്ന് പോയി ചെയ്യും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസ് സംഘടിപ്പിച്ച് സ്റ്റാർ കെയറിൽ പോയി. ആ സ്റ്റാർ കെയറിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ബോധം വരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു മൈസറയിലാണോ, എനിക്കൊരു പിടുത്തം കിട്ടില്ല, എന്തൊക്കെയോ ആ അവ്യക്തമായ സംസാരം. അപ്പോൾ ഈ മരണം എന്നുള്ളൊരു അനുഭവമേ, നമ്മൾ കാലിൻ്റെ ചെരുപ്പടി വാറിനേക്കാൾ അടുത്താണ് നമ്മുടെ മരണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടത് എനിക്ക് ശരിക്കും മനസ്സിലായി. അപ്പോൾ അവിടെ ആരിസിൻ്റെ മോനൊക്കെ ഉണ്ട്, പക്ഷേ ഫൈസലും സലാമും ഞങ്ങൾ ദുബൈലുണ്ടല്ലോ, പക്ഷെ അവർ പോയില്ല. പൊലിച്ച സമയത്ത് എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച് ഞങ്ങൾ നിർബന്ധിച്ചാണ് അവർ പോയത്. കാരണം എന്താണെന്നാൽ ചിലപ്പോൾ തലക്കാണല്ലോ എന്തെങ്കിലും ഛർദിയൊക്കെ ഉണ്ടായി, എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും അവരവിടെ നിന്ന്. അബൂട്ടി രാത്രി വന്ന് പുലർച്ചയ്ക്ക് ബഷീറിനെ വ്യാപണിയും കൊണ്ട് വന്ന് മോളിൻ്റെ ബഷീറിൻ്റെ കട്ടിലത്തിൻ്റെ ഇപ്പുറത്ത് ഇരുന്ന് അതിനെക്കുറിച്ച് എന്തൊക്കെ ഓതി പ്രാർത്ഥിച്ചിൻ്റെ ശരീരത്തിലൊക്കെ തടവി. അത് ഞാൻ ബഷീറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അബൂട്ടിനോട് പറഞ്ഞു. എനിക്കത് വലിയൊരാശ്വാസം, എൻ്റെ വേദനയും ബുദ്ധിമുട്ടൊക്കെ മാറിയ ഒരു അനുഭവം ഉണ്ടായത്. കാരണം ആ ബഷീർ നല്ലൊരു തെക്കുള്ള മനുഷ്യനാണല്ലോ. നിങ്ങളിപ്പോൾ ഈ അപ്പിളാരും തെക്കുമില്ലാത്തവരാണ് അല്ലട്ടെ എന്താ ബഷീറിനെ പറയുന്നത് എല്ലാവരും ഉഷാർ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ അബൂട്ടി ഞങ്ങളുടെ കൂടെ തന്നെ വരുന്നത്.
അപ്പോൾ എൻ്റെ ഈ രക്തത്തിൽ കുളിച്ച ജുബയും തുണിയൊക്കെ ഞങ്ങളിടാം. അപ്പോൾ രാത്രി ആരിസ് പോയിട്ട് കഞ്ഞും വേറെ ഡ്രസ്സോ കൊണ്ടുവന്നിരുന്നു, അതിട്ട്. അപ്പോൾ ഇത് ചെയ്യും, ആവശ്യമൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അബൂട്ടി പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കൊല്ലാക്കി വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ആരുമില്ലാത്തൊരു പൊന്തക്കാട്ടിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് അബൂട്ടി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ഏത് സമയവും നമ്മൾ ആരെയും മരണം പിടികൂടാം, എപ്പോഴും ആവാം. അതുകൊണ്ട് ഓരോ ദിവസവും ഇതിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പം നമ്മൾ കുടുംബങ്ങളിലൊക്കെ ഏറ്റവും സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ, ഒത്തൊരുമയിൽ നിൽക്കണം. പിന്നെ ഞങ്ങൾക്ക് പ്രായമായി, അപ്പോൾ നമ്മുടെ ഇവർക്കൊക്കെ പ്രായമുണ്ട്. അപ്പം മരുമക്കളും ഒക്കെ മനസ്സിലാക്കുക, അമ്മായിക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് പ്രായമായി, നമ്മൾ പരിഗണിക്കണം. ഞങ്ങൾ പ്രായമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഒക്കെ നമ്മളിന്ന് വന്നു, അതങ്ങൾ പൊറുക്കുക. കാര്യം നിങ്ങൾക്കും പ്രായമാകുമ്പോൾ നിങ്ങളെ മരുമക്കളും ഒക്കെ നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നെങ്കിൽ നമ്മളത് മാതൃക കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഏതായാലും ഈ കുടുംബസംഗമം ഇപ്പം ഞാൻ നിങ്ങൾ പ്രസംഗിച്ചാലും കാര്യം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞാൽ കുറച്ച് കാര്യം അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പുതിയ തലമുറ പ്രത്യേകിച്ച് അറിയണമല്ലോ. എന്തായാലും നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുക, എന്നും ഈ സ്നേഹം കാത്തു സൂക്ഷിക്കുക. ഇത് ഉദ്ഘാടനം ചെയ്യാൻ, ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ എന്നെ തന്നെ വിളിച്ച്, ശരിക്കും ഞാൻ അറിയിക്കാത്തൊരു വലിയ കാര്യമാണ്. എങ്കിലും അതെനിക്ക് വളരെയധികം ഒരു സന്തോഷവും അഭിമാനമുണ്ട്. എല്ലാവരും അന്യോന്യം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സംഗമത്തിന് വേദിയായി എൻ്റെ ഈ ഒരു പാർക്ക് തിരഞ്ഞെടുത്തതിലും എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഒരുപാട് വേദികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു കുടുംബ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പിതാവും പിതാമഹനൊക്കെയുമായിട്ടുള്ള ഒരാളുടെ ഇത് തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഇത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ഞാൻ ആദ്യമായി നിങ്ങളോട് നന്ദി പറയുന്നു. മാത്രമല്ല, ഇനിയും നിങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് തന്നെ ഫൈസൽ മാഷ് പറയാണ്, ഇവിടേക്ക് തന്നെ കൊണ്ടുവരണം എന്ന്. ഫൈസൽ മാഷ് കൊണ്ടുവരാറുണ്ട് എന്ന് പിന്നെ പറയാൻ. അതേപോലെ ഞാൻ അഹമ്മദ് ഹാജി, എൻ്റെ പാപ്പയും തമ്മിലുള്ള ബന്ധം നേരത്തെ മുസഫ മാഷ് പറഞ്ഞു, ഇവർ 4 പേരുടെ ഒരു കൂട്ടുകെട്ടായിരുന്നു. എൻ്റെ പാപ്പ അഹമ്മദ് ഹാജി, മൂസക്ക, അഹമ്മദ് കുട്ടി മാസ്റ്റർ, ഇവർ 4 പേർ കൂടി ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ഈ 4 പേരും ഇത് നമ്മോടൊപ്പം ഇല്ലാതെ പോവുകയും ചെയ്തു. എനിക്ക് അഹമ്മദ് ഹാജിയെ പറ്റി പറഞ്ഞ അവസരത്തിൽ ആദ്യമായി ഞാൻ പറയുന്നത്, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത എം എം കാരശ്ശേരിയെ പറ്റിയാണ്. കാരണം എം എം കാരശ്ശേരി എനിക്ക് സത്യത്തിൽ വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ മനസ്സിലെപ്പോഴും സൂക്ഷിക്കും. ആ വാചകം ഞങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൽ അടങ്ങിയ വിനയമാണ്. ആ വിനയം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളിൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. നിസ്കാരമോ നോമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സക്കാത്തോ അല്ലെങ്കിൽ വേറെ എന്ത് മതപരമായ അല്ലാത്ത ഭൗതിക ഗുണങ്ങളോ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു മനുഷ്യനിൽ ഈ ഒരു ഗുണമില്ല എന്ന് സങ്കല്പിക്കാം, ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. കറക്റ്റ് 5 നേരം നമസ്കാരം, ഹജ്ജ്, ഉംറ സിയാറത്ത്, ഉംറ ടൂർ, പിന്നെ സക്കാത്ത്, റിലീഫ് എല്ലാം ഉണ്ടെങ്കിലും വിനയം എന്ന് പറയുന്ന ഒരു വസ്തു അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് എം എം കാരശ്ശേരി പറഞ്ഞു. ഞാനിപ്പോൾ ഇത് നിങ്ങൾ പറയാനുള്ള കാരണം നമ്മുടെ അഹമ്മദ് ഹാജിക്ക് ആകെ ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ വിനയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബാംഗങ്ങളല്ലാത്ത ആൾക്കാർ അദ്ദേഹത്തെ സ്മരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു വിനയത്തിൻ്റെ ഒരു രൂപത്തിലാണ്. വിനയാന്യതനാണ് എപ്പോഴും ഓർക്കപ്പെടുക. ഇതൊരു സ്വഭാവം, ഒരു വിനയം നമ്മുടെ രക്തത്തിൽ തന്നെ, പ്രസവത്തിൽ തന്നെ നമ്മൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പിന്നെ വലിയ ഉയർന്ന ആൾക്കാരൊക്കെ വിനയമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയാണ്, അബൂബക്കർ സിദ്ദീഖിന് വിനയം ഉണ്ടായിരുന്നു, ഉമർ ഖത്താബിന് ഇല്ലായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് ഇല്ലായിരുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് മൊയ്തു മൗലവിക്ക് ഉണ്ടായിരുന്നു. കേരളം ഭരിച്ച പല ആൾക്കാർക്കും ഇല്ല, നായനാർക്കില്ലായിരുന്നു, കരുണാകരനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ, നമ്മുടെ പിണറായി വിജയനില്ല, കോടിയേരിക്കുണ്ട്. ഞാൻ അങ്ങനെ പറയല്ല, ഞാൻ നിങ്ങളെ വിനയത്തെപ്പറ്റി നിങ്ങൾ പിന്നീട് നോർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ
സഹജമായി ഉണ്ടാവേണ്ട സംഗതിയാണ്. ഞാൻ ഇദ്ദേഹത്തെ അഹമ്മദ് ഹാജിയെ കാണുന്നതിന് മുമ്പായിട്ട് നേരത്തെ മൂസൊക്കെ പറഞ്ഞ അമ്മൂട്ടി പാപ്പൻ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മൂട്ടി പാപ്പ എൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പയെ കാണാൻ വരികയായിരുന്നു. എന്ത് വിഷയത്തിന് വരുന്നില്ല, എപ്പോഴെപ്പോഴും വരികയായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 6-7 വയസ്സുള്ള കുട്ടിയാണ്. ഞാനിങ്ങനെ അദ്ദേഹം നോക്കി അദ്ദേഹത്തിന് എന്തോ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രൂപം, അദ്ദേഹത്തിൻ്റെ ഒരു എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷയം, അദ്ദേഹം ചെരുപ്പല്ല ധരിക്കുക, മെതിയടിയാണ്. സങ്കല്പിച്ചൊരു മെതിയടി, മരത്തിൻ്റെ മെതിയടി ധരിച്ചുകൊണ്ട് ഒരാളിങ്ങനെ നടക്കും. നമുക്ക് ഒരു ബെഡ്റൂമിൽ നിന്ന് മറ്റൊരു ബെഡ്റൂമിലേക്ക് ഞാനൊക്കെ കുട്ടി ആവശ്യത്തിന് മെതിയടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മെതിയടി തീരെയല്ല. മെതിയടി ഞാൻ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു എൻ്റെ ഒരു ആൻറ്റിക്കായിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. മെതിയടി എനിക്ക് വഴിമതി വീണ് കിട്ടിയാണ്. 2 ഒരെണ്ണം. അതേ മെതിയടി ധരിച്ചുകൊണ്ട് 6-ാമത്തേക്കും എൻ്റെ വീട്ടിലേക്കും വന്ന് തിരിച്ചു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. മെതിയടിയാണ് ഭയങ്കര ഒരു രസമാണ്. 2, അദ്ദേഹം ഞാൻ ഷർട്ടിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത് ഈ ചൂട്, ഇവരെ ഈ കണ്ടമ്പാലത്തുകാർക്ക് ഒരു ഫാമിലിക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവർക്ക് ഭയങ്കര ഷർട്ടിടാൻ പറ്റാത്തൊരു ചൂടെടുക്കും. അത് എനിക്കുണ്ടാ കുഴപ്പം. തീരെ ഷർട്ടിടാത്ത ഒരാളെ ഞാൻ പിന്നെ കണ്ടത് എൻ്റെ തൊട്ട അയൽവാസിയായിരുന്ന പൊക്കാരി അബുവാജി. അദ്ദേഹം അബുവാജി ഷർട്ടിട്ട് ആറമ്പലത്ത് വന്നാൽ പറയും ഇന്ന് എന്തോരം മരണമുണ്ട്, എന്തോരം കല്യാണം. അല്ലെ അദ്ദേഹം ഷർട്ടിടയില്ല. ഷർട്ടിടാതെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ലോകത്തിലെ ഒരാൾ പൊക്കാരി അബുവാജി ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ അമ്മൂട്ടി പാപ്പ ഷർട്ട് ഒരിക്കലില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം രോമാവൃതമായ നല്ല വിരിഞ്ഞ നെഞ്ചായിരുന്നു. അത് കണ്ടമ്പാലത്തുകാർക്ക് പൊതുവെ ദൈവികമായി കിട്ടുന്ന ഒരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കാർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം പല ആൾക്കാർക്കും ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ ഈ അഹമ്മദ് ഹാജി എൻ്റെ വീട്ടിൽ പലപ്പോഴും വരും. എൻ്റെ പാപ്പ അദ്ദേഹത്തെ വിളിക്കുന്നത് പിയാപ്പിളാണ്. എനിക്ക് എൻ്റെ ഗുട്ടൻസ് നേരത്തെ ആലോചിച്ച് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. പിയാപ്പിള എന്ന് വിളിക്കുക. എങ്ങനെ, ഏത് വകയിലാണ് എൻ്റെ പാപ്പയ്ക്ക് അദ്ദേഹം പിയാപ്പിളാകുക എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പിയാപ്പിള എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ. അപ്പം എനിക്ക് പറയാം, എന്തോ ഒരു ബന്ധമുണ്ടോ അങ്ങനെയല്ല ആ കാലത്ത് വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള സമയം വന്ന സമയമുണ്ടായിരുന്നു. അതായത് 1975 ഞങ്ങൾ വളപ്പിൽ നേരത്തെ മൂസൊക്കെ പറഞ്ഞ വീട് വിറ്റ് ആറമ്പലത്തെ മാളിയേക്കൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് താമസം മാറ്റിയ ഒരു അവസരത്തിൽ ഒരു ദിവസം ഒരു വലിയൊരു മഴക്കാലത്ത് ആ പഴയ തറവാടിൻ്റെ എല്ലാ ഓടും പാടി അങ്ങനെ പറന്നു പോയി. ഓട് വെക്കാത്തൊരു വീട് പോലെ തോന്നി. ഓടാണെങ്കിലോ മുറ്റത്തും അവിടെ ഇവിടെ ഉണ്ട് തന്നെ. പെട്ടെന്ന് മഴ വീണ്ടും വരുന്നതിനിടയ്ക്ക് ഇത് ഓലയോ എന്തെങ്കിലും വേണം. വളരെ പെട്ടെന്ന് അഹമ്മദ് ഹാജി ഞങ്ങളെ വീട്ടിലേക്ക് വരികയും മാളിയേക്കിലേക്ക് വരികയും, അന്നേക്കൊരു 20 വയസ്സുണ്ട്. 1975 അടിയന്തരാവസ്ഥയൊക്കെ ഉള്ള കാലത്ത് 20 വയസ്സുണ്ട് കറക്റ്റ്. അദ്ദേഹം എനിക്കറിയാം വീടിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് താഴത്തുനിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ഓലൊക്കെ വാങ്ങിയിട്ട് അല്ലെ ഓടൊക്കെ വാങ്ങിയിട്ട് അത് പഴയ സ്റ്റെപ്പിൽ വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമില്ല, പണിക്കാരുണ്ട്. പക്ഷെ അതൊക്കെ മാനേജ് ചെയ്തത് അദ്ദേഹമായിരുന്നു, അഹമ്മദ് ഹാജി ആയിരുന്നു. ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്ന വിഷയം. അതേക്കാൾ ഉപരി ഒരു ത്യാഗം, അത് പറയാതിരിക്കുന്നത് ഒരു വലിയ നന്ദികേടായി പോകും. എൻ്റെ പാപ്പയ്ക്ക് എനിക്കൊരു 5-10 വയസ്സുള്ള സമയത്ത് 1965 മറ്റോ TB ക്ഷയരോഗം വന്നു. ഇന്നിപ്പോൾ ക്ഷയരോഗം ആർക്കൊക്കെ വന്ന് മാറിയിട്ടുണ്ടാകും. ക്ഷയരോഗം ആരും നോക്കുന്നത് വെക്കുക, വല്ല ക്യാൻസറോ വല്ല കിഡ്നി ഫെയിലറോ നോക്കാമെന്നല്ലാതെ, പ്രമേഹമൊക്കെ നോക്കാമെന്നല്ലാതെ. അങ്ങനെ ക്ഷയരോഗം വന്ന ആൾക്കാർ അന്ന് 1965 കാലഘട്ടത്തിൽ, ഇന്ന് ക്യാൻസർ വന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്, ഇന്ന് കിഡ്നി പോയ ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്, മരണം ഷുവർ ഏതാണ്ടൊക്കെ. അന്ന് TB വന്ന ആൾക്കാരൊക്കെ മരിക്കില്ല. അതിന് കാര്യമായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള അവബോധമില്ല. അന്ന് കോഴിക്കോടുള്ള ബസ്സൊന്നും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു ബസ് ഉണ്ടെങ്കിലുണ്ട്, തിരിച്ച് ബസ് ഉണ്ടാവില്ല. ഈ ഞാൻ കറക്റ്റ് ഓർക്കുന്നത് പിന്നീട് പുറത്താണ്, അന്ന് ഓർമ്മയില്ല. ഐസോബെൻസാസിൽ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വാങ്ങാനും പിന്നീട് തക്കാളിയൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. തക്കാളി കോഴിക്കോട്ട് മാത്രമേ കിട്ടുകയും ചെയ്യും. പോഷകഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. കോഴിക്കോട്ടെ മാത്രമേ തക്കാളി കിട്ടൂ. പിന്നെ ഈ ഐസോബെൻസാസിൽ എന്ന് പറയുന്ന മരുന്ന് വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് പറന്നിനകത്ത് സൈക്കിൾ എടുത്തിട്ട് കോഴിക്കോട് പോയും ഈ സാധനം തിരിച്ച് വാങ്ങിയിട്ട് എൻ്റെ വാപ്പക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ യൗവനാണ് ഒരു വ്യക്തി ഈ അഹമ്മദ് ഹാജിയാണ്. അതൊരു വലിയൊരു പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ റഹ്മത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖി ജീവിതം അതീവ മനോഹരമാക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലൊക്കെ അദ്ദേഹം സ്വർഗം വാങ്ങി വെച്ച വ്യക്തിയാണെന്നത് ഞാൻ പറയാം, ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചു നോക്കുകയാണ്. അതേപോലെ 1975 മറ്റോ ഞാനൊരു സ്കൂളൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് എന്നൊരു സ്കൂളിൽ ഒരു ബസ്സിൽ ചെക്ക് ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ തുടക്കം കുറിക്കുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പോൾ ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നൊരു കാലഘട്ടം. ഞാനൊക്കെ വിദ്യാഭ്യാസത്തിലേക്ക് പോകാത്ത, അതോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ജന്മനായ അതിനൊരു കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാനൊരു ബസ്സിൽ ചെക്ക് ഇൻസ്പെക്ടറായിട്ട്. അപ്പോൾ എനിക്കറിയാം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മൊയ്തീൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അവസരത്തിൽ അഹമ്മദ് ഹാജി അവിടെ നിൽക്കുന്നുണ്ട്. കുറേ നാടോടികൾ
ഒരു കുറേ പക്ഷികളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പക്ഷികളെ വിൽക്കുന്ന തമിഴ്നാട് മറ്റേ പിടിച്ചു കൊണ്ടുവരുന്ന പക്ഷികളാണ് വിൽക്കുന്നത്. ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹമ്മദ് ഹാജി അവരോട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കി എന്താ ചെയ്യുന്ന നോക്കുന്നവരോ അതിൽ 2 പക്ഷികളെ വാങ്ങല്ല വിട്ടയക്കാൻ എന്താ തരേണ്ടത്. അപ്പോൾ അവർ പറയുന്നത് വാങ്ങുന്ന വിലനെ തരണം, വാങ്ങുന്ന വിലനെ തരൂല, അത് വിട്ടയക്കുന്നതിന് പൈസ കുറച്ച് കുറയും എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പം അത് ആ സംസാരം എവിടെ എത്തിയിട്ടില്ല. എനിക്കങ്ങനെ ബസ്സിൻ്റെ അടുത്തേക്ക് വേഗം പോവുകയും വേണം. ഈ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കൂടി യോഗത്തിൽ അനുസ്മരണ യോഗത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാന്ന് എനിക്കറിയില്ല. അദ്ദേഹം പക്ഷികളെ വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഗതി ഞാൻ ഇപ്പോഴും വളരെ കൗതുകത്തോടു കൂടി ഓർക്കുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ 4 പേർ കൂടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഈ 4 പേരുടെ കുട്ടികളിലും ഞാൻ ഉൾപ്പെടെ ആ സംഘടന ബോധം നിലവിലില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുഴപ്പം കൊണ്ടല്ല, ഓരോ ആൾക്കാരും ഓരോ ജീനുകൾ കൂടെയാണ് രൂപം കൊള്ളുന്നത്. ആ ജീനുകളാണ് ഓരോ ആൾക്കാരെ സ്വഭാവ സവിശേഷത രൂപപ്പെടുന്നത്. അത് ദൈവം ഏതോ ആകാശത്ത് വെച്ച് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ. നമ്മളതിന് ഇപ്പോൾ കാസിം സംഘടനാ പ്രവർത്തകനാണ് സജീവമായി. അത് കാസിമിൻ്റെ ഒരു ക്വാളിറ്റി അല്ല. കാസിമിന് അങ്ങനെ ഒരു സംഗതി അവൻ്റെ ജീനുകളിൽ ദൈവം വെച്ച് കൊടുത്തുകൊണ്ട് കാസിം പറയപ്പെടും. അത് ഇദ്ദേഹം മുഹമ്മദ് ഹാജി ഒരു CPM ആണ് സങ്കല്പിക്കുക. ജമാഅത്ത് ഇസ്ലാമി ബന്ധില്ലായിരുന്നെങ്കിൽ കാസിം CPMൻ്റെ സജീവ പ്രവർത്തകനാകുമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമ യാഥാർത്ഥ്യം. നിങ്ങൾ ചോദിച്ചാലും വേണ്ടില്ല, ചോദിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല. എൻ്റെ ബാപ്പൻ്റെ കുടുംബത്തിൽ മുക്കാക്ക എൻ്റെ ജ്യേഷ്ഠന് അല്പൊരു താല്പര്യമുണ്ട്. മൂസാജിൻ്റെ അരിയൽ മൂസക്കാൻ്റെ കുടുംബത്തിൽ 1-2 ആൾക്കുണ്ട്. അമ്മൂട്ടി മാഷിൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടിക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടോ എനിക്കറിയില്ല. അമ്മൂട്ടി മാഷ ഒരു കുഴപ്പമല്ല സുഹൃത്തുക്കളെ. അതങ്ങനെയാണ് നമ്മളൊക്കെ സൃഷ്ടിപ്പ്. നമ്മളൊക്കെ വിചാരിക്കുക അവൻ മക്കളെ നോക്കായിട്ടല്ലേ, മക്കളെ നന്നാക്കായിട്ടല്ലേ, അല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലേ. എന്ത് ചെയ്താലും നമ്മളിൽ ബന്ധിതമായ ഒരു സ്വഭാവ സവിശേഷതകളുടെ പ്രക്രിയ ഏതോ ലോകത്ത് വെച്ച് നടന്നതിൻ്റെ അത് ഒരു പരിണിതി ഫലമാണ് ഇതൊക്കെ നടന്നത്. അത് ഈ നമ്മളെ വിഷയത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ഇവർ ഈ നീതി നടക്കുന്ന അവസരത്തിൽ എൻ്റെ വാപ്പ എന്തൊക്കെയോ ഉപദേശിക്കുകയും എൻ്റെ വാപ്പ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഒരു നിസ്സംഗഭാവത്തിൽ അദ്ദേഹം അങ്ങനെ തരുന്നു. ആ ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിങ്ങിൽ ഇപ്പം നമ്മളൊക്കെ ഇരിക്കുകയല്ലേ ചെയ്യുക, നമ്മളൊക്കെ ഇരിക്കുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ കിടക്കും. അവിടെ ഒരു ബെഞ്ച് ഉണ്ടാവും. മീറ്റിങ്ങിന് 5-10 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് എനിക്ക് കാസിമ എന്നും 10 ആളല്ലേ ഉള്ളൂ. അല്ല അത് കണ്ടോ അറിയില്ല ചിലപ്പോൾ 10 ആളാണ്. അത് കുഴപ്പമില്ല, അത് ഞാൻ പറയാം. മീറ്റിങ്ങിന് സൽക്കാർ മീറ്റിങ്ങിന് അന്നൊരു 10 ആളുള്ള പിന്നെ ഒരു 10 ആൾക്കൊരു ദുഃഖം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയും ചെയ്യും. ഉള്ളൂരിൻ്റെ ഒരു 4 വരി കവിതയുണ്ട്. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ വെറും പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോയിരിക്കുന്നതൊരു ചാരിതാർത്ഥ്യം. നമ്മളാ കരകയറേണ്ട എത്രയോ പേരുണ്ടാവാം. അവരൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് സ്വർഗം കിട്ടണം, എനിക്കൊറ്റയ്ക്ക് അങ്ങനെ ആകണം, എനിക്കൊറ്റയ്ക്ക് അങ്ങനെ പോകണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കവി പരിഹസിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു പരിഹസിക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ കണ്ട പലത്ത് കുടുംബം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ. എത്ര കുടുംബത്തിന് കഴിയുമെന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിലാണ്. അങ്ങോട്ട് കണ്ടുകൂടാ ഇങ്ങോട്ട് കണ്ടുകൂടാ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. എൻ്റെ കുടുംബവും ഞങ്ങൾ തറവട്ടത്തെ മാളിയേക്കൽ കുടുംബവും നിങ്ങൾ അൽഹംദുലില്ലാ നിങ്ങളുമാതിരി തന്നെ വിളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വരാം, എല്ലാവരും വരും. അങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നും കാര്യമാരില്ല. ചെറിയ വഴക്കൊന്നുമില്ല. നമ്മൾ മനുഷ്യന്മാരും അല്ലല്ലോ. അത് നാളെ കൊണ്ട് നന്നാവുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ കൂടണം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പരാജയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ ആലോചിച്ച് ഞങ്ങളെ തറവട്ടത്തെ മാളിയേക്കല്ല വാപ്പൻ്റെ കുഞ്ഞാമുട്ടി സൺസിൻ്റെ ഒരു ഒത്തുകൂടൽ ഇവിടെ കൂടണം എന്ന് വിചാരിച്ചപ്പോൾ കൂടാൻ മറ്റോ വന്ന് പിന്നെ കൂടിയില്ല. ആദ്യമായി കൂടേണ്ടത് ഞങ്ങൾ തന്നെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കൂടാതെ നിങ്ങളാണ് ഇപ്പോൾ കൂടിയത്. അങ്ങനെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഞങ്ങൾ കൂടണം. ഇപ്പോൾ മഴ മുന്നിലുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മഴയെല്ലാം കഴിഞ്ഞിട്ട് കൂടാം. അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ ഒത്തൊരുമയിൽ ഞാൻ അയ്യോ സന്തുഷ്ടനാണ്. ഈ ഐക്യം മുന്നോട്ട് ഒരുപാട് കാലം കെട്ടുറപ്പോട് നീങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ പെണ്ണുങ്ങളെയാണ് കാണുന്നത്. ഈ പാർക്കിനിട്ട് പേര് പെണ്ണിൻ്റെയാണ്, ലീല പാർക്കാണ്. അത് ഒരു ഫെമിനിസ്റ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സന്തോഷമാകുകയും ചെയ്യും. ഫെമിനിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സന്തോഷത്തിൽ വരുന്നൊരു സംഗതിയാണ്. കാര്യം ഞാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ അത് കാസിം ഞാൻ ഒന്നിച്ച് പഠിച്ചാണ്. പക്ഷേ അബുവാണ് എൻ്റെ ഒരു നിതാന്ത സുഹൃത്തായിട്ട് ആദ്യം മുതൽ ഇന്ന് വരെ ഉള്ളത്. കാസിം സ്കൂൾ വിട്ടതോടുകൂടി പിന്നെ യാദൃച്ഛികമായിട്ട് വിട്ടുപോവുകയും ചെയ്തു. അബുവിൻ്റെ കല്യാണത്തിന് ഞാൻ വന്നിട്ട് എൻ്റെ കല്യാണത്തിന് ഇപ്പം നേരത്തെ
എൻ്റെ കല്യാണത്തിൽ വന്ന് പിടിച്ച് ഇവിടെയുള്ള ആളുകൾ അവ മാത്രമേ ഉള്ളൂ, നിൽക്കാനൊക്കെ വന്ന ആൾ. അങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരുപാട് പേരെ കുട്ടികൾക്ക് ഞാൻ അൾട്രാ മോഡേൺ പേരുകളൊക്കെ ഇട്ടു. അധിക പേരുകളും പിന്നെ ക്രിസ്ത്യൻസ് പേരും ജൂത പെൺകുട്ടികളുടെ പേരൊക്കെ ആണ്. അതൊക്കെ കഥാപാത്രങ്ങളുടെ പേരായത് കൊണ്ടാണ് ജൂത പെൺകുട്ടികളുടെ പേര് എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറിയത്. ക്രിസ്ത്യൻ പെൺകുട്ടികൾ ആൻഫ്രാങ്ക് ഉണ്ട്, ഡെസ്റ്റിമൺ ഉണ്ട്, പിന്നെ മൊണാലിസ് ഉണ്ട്, അങ്ങനെ പല പേരുണ്ട്. പക്ഷേ ആദ്യമായിട്ട് പേര് അതല്ലായിരുന്നു. അപ്പോൾ ഒരു ബാപ്പ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ബാപ്പായിട്ടുണ്ട് പെൺകുട്ടിയാണ്, ഒരു പേര് പറഞ്ഞു. ഞാൻ ഏത് കാലത്തും വായനയുടെ ലോകത്ത് തന്നെ അന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന 1001 ആവുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിസമർത്ഥയായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഒരു ദുഷ്ടയായ രാജാവിനെ 1000 ദിവസങ്ങളിൽ 1000 കഥ പറഞ്ഞ് മനസ്സ് മാറ്റി അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്ത സമർത്ഥയും സുന്ദരിയുമായ ഒരു പെൺകുട്ടി ഷെഹറ. ആ പേര് ഷെഹറുണ്ടോ? അതെ അതെ. അപ്പം ഞാൻ ആദ്യത്തെ കഥാപാത്രത്തിൻ്റെ പേര് എൻ്റെ പേരെ കുട്ടികൾക്കല്ല, ഷെയറക്കാട്ട്. അൽഹംദുലില്ലാ ഷെയർബോർഡ് ഇവിടെ ഉള്ളതിൽ സന്തോഷമുണ്ട്. പിന്നീട് എത്രയോ ആൾക്കാർ എന്നെ സമീപിച്ചിട്ട് എന്നോട് പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേ പറ്റുള്ളൂ, അത് വേറെ വീട്ടിൽ ഇത്ര കഥ ആദ്യം പറയാത്ത വാപ്പ വേണ്ടെന്നാണ്. എൻ്റെ വീട്ടിൽ വാപ്പ തന്നെ നടന്നു, അതുകൊണ്ട് പിന്നെ അത് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. അതുകൂടി പറയാൻ മറന്നു പോയതാണ്. ഈ വില്യം ഷേക്സ്പിയർ ഒരു വാചകം, ഒരു ദൈവതികൾക്ക്, ഒരു പക്ഷിയുടെ ചെറുകടിയിൽ പോലും ദൈവത്തിൻ്റെ സ്വദ്ദേശ്യമുണ്ട്. ഒന്നുകിൽ അതെന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു പക്ഷിക്ക് ഒരു ഇണയെ കിട്ടുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഭക്ഷണം കിട്ടുന്ന കാര്യത്തിലോ ആയിരിക്കും. അതേമാതിരി കേവലം യാദൃച്ഛികത. എൻ്റെ കടയിൽ വന്ന ഒരു പേരൻസ് ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി പിന്നെ നേരത്തെ അറിയും, പെൺകുട്ടി ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഒരു സുന്ദരിയായ പെൺകുട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു പറഞ്ഞു, ഈ കുട്ടിയെ കെട്ടിക്കാനായിട്ടുണ്ടോ? കെട്ടിക്കണം, ഒരു പിയാവളം നോക്കണം. അപ്പോൾ എന്നോട് അബു പറഞ്ഞിരുന്നു, മകൻ ഷാനവാസിന് ഒരു ബന്ധം. അപ്പോൾ അങ്ങനെയാണ് ആ ബന്ധം. ഷാനവാസ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിയുന്നത്. ഇപ്പം ജസ്റ്റ് ഇവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. പേരെണ്ണോ മറന്നു, മകളുടെ പേരെണ്ണോ മറന്നുപോയി. എന്തായാലും ഷെബിന. അപ്പോൾ ഷെബിന ഷാനവാസ് ബന്ധം നടക്കുന്ന 2 ഷക്കാരാണ് നടക്കുന്നത്. അങ്ങനെയാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുടുംബത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഓർമ്മയാണ്. അതും പറഞ്ഞാൽ നിർത്തുന്നു.